ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ UAEക്ക് നേരെ ഇറാൻ തൊടുത്ത 16 ബാലിസ്റ്റിക് മിസൈലുകളും 42 ഡ്രോണുകളും UAE വ്യോമ പ്രതിരോധ സേന ഇന്ന് വിജയകരമായി തകർത്തു. ഇറാൻ ആക്രമണങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഇതുവരെയായി 414 ബാലിസ്റ്റിക് മിസൈലുകൾ, 15 ക്രൂയിസ് മിസൈലുകൾ, 1914 ഡ്രോണുകൾ എന്നിവയാണ് UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിട്ടത്. ഈ ആക്രമണങ്ങളിലാകെ 11 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 178 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. UAE പ്രതിരോധ മന്ത്രാലയം മാർച്ച് 29 ഞായറാഴ്ചയാണ് ഏറ്റവും പുതിയ ആക്രമണങ്ങളെയും തകർത്തുകളഞ്ഞ മിസൈൽ ഡ്രോൺ കണക്കുകളെയും കുറിച്ച് അറിയിച്ചത്. ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരിൽ 2 സൈനികരും ഒരു മൊറോക്കൻ പൗരനായ സിവിലിയൻ കോൺട്രാക്ടറും ഉൾപ്പെടുന്നു. കൂടാതെ ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഫലസ്തീൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടെ 8 സാധാരണക്കാരും മരിച്ചവരിൽ ഉണ്ട്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചും മറ്റുമുണ്ടായ 178 പരിക്കുകളിൽ ചിലത് ഗുരുതരമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം അയൽരാജ്യമായ ബഹ്റൈനിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ അലുമിനിയം ബഹ്റൈന്റെ ആസ്ഥാനത്തിന് നേരെ ശനിയാഴ്ച രാത്രിയിലുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 2 ജീവനക്കാർക്ക് പരിക്കേറ്റിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ അലുമിനിയം ഉൽപാദകരിൽ ഒന്നായ അൽബയുടെ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. പ്ലാന്റിനുണ്ടായ നാശനഷ്ടങ്ങൾ കമ്പനി വിലയിരുത്തി വരികയാണ്. മാർച്ച് 28-ന് ബഹ്റൈൻ പ്രതിരോധ സേന 20 മിസൈലുകളും 23 ഡ്രോണുകളും തകർത്തിരുന്നു. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ആകെ 174 മിസൈലുകളും 385 ഡ്രോണുകളുമാണ് ബഹ്റൈൻ സൈന്യം വെടിവെച്ചിട്ടത്. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ UAEയും ബഹ്റൈനും സംയുക്തമായി ശക്തമായ സൈനിക പ്രതിരോധം തുടരുകയാണ്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കവേ കുവൈറ്റിലെ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. പ്ലാന്റിലെ ജീവനക്കാരനാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ പ്ലാന്റിന് വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കുവൈറ്റ് അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തിൽ ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ രാത്രി മാത്രം കുവൈറ്റ് വ്യോമാതിർത്തിയിൽ 14 മിസൈലുകളും 12 ഡ്രോണുകളും കണ്ടെത്തിയത് മേഖലയെ യുദ്ധഭീതിയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ഒരു സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 10 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബഹ്റൈനിലും ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതോടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി രാജ്യത്ത് രാത്രികാല കടൽ യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 4 വരെ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് കടലിൽ ഇറങ്ങാൻ അനുവാദമില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ നീക്കങ്ങൾ ശക്തമാകുന്നത് ലക്ഷക്കണക്കിന് പ്രവാസികളെയാണ് ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. അതേസമയം സംഘർഷം രൂക്ഷമായ ഹോർമോസ് കടലിടുക്കിൽ കുടുങ്ങിയ ഇന്ത്യൻ LPG ടാങ്കറുകൾക്ക് ആശ്വാസമായി നാവികസേന രംഗത്തെത്തി. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളുടെ സുരക്ഷാ അകമ്പടിയോടെ 2 ടാങ്കറുകൾ കടലിടുക്ക് കടന്നു.